ഇടുക്കിയുടെ മൂന്നാർ സുന്ദരിയാണ്. പ്രകൃതി രമണീയമായ തേയിലത്തോട്ടങ്ങളും ഓറഞ്ച് മരങ്ങളും മൂന്നാറിൻ്റെ മുഖത്തെ കമ്മലും മൂക്കുത്തി പോലും പോലെ തിളങ്ങുന്നു. കുന്നിൻ മുകളിലേക്ക് തിരിഞ്ഞും മറിഞ്ഞും പോകുന്ന ഹെയർപിൻ തിരിവുകൾ, നേർത്ത കുളിർക്കാറ്റ് ബസ്സിനുള്ളിലേക്ക് അനുവാദം കൂടാതെ കടക്കാൻ തുടങ്ങിയിട്ടു നേരമേറെയായി. അടിമാലിയിലെ തിക്കും തിരക്കും പിന്നിട്ട് ബസ് ഏറെ ദൂരം മുന്നോട്ട് പോയിരുന്നു. ഇടയ്ക്കിടെ കോടമഞ്ഞ് മൂന്നാറിനെ നേർത്ത പട്ടുസാരി പോലെ പുതപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ കൂടുതൽ സുന്ദരിയായി. ഈ ദൃശ്യഭംഗിയല്ലേ ബ്രിട്ടനിൽ നിന്നും ഈ കുന്നിൻ മുകളിലേക്ക് സ്വന്തം പ്രിയതമൻ്റെ കരതലം ഗ്രഹിച്ചുകൊണ്ട് സുന്ദരിയായ എലനർ എത്തിയതേ മയങ്ങിപ്പോയത്. മൂന്നാർ തന്നേക്കാൾ സുന്ദരിയാണെന്ന് എലനർ മനസ്സിൽ പറഞ്ഞുറപ്പിച്ചു. മൂന്നാറിൻ്റെ മലനിരകളിൽ ബ്രിട്ടീഷുകാർ തോട്ടങ്ങൾ സ്ഥാപിച്ചതിനെ തുടർന്നാണ് ഇവിടെ മാനേജരായി ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റും ഭാര്യ എലനർ ഇസബെൽ മേയും 1894 നവംബർ മാസത്തിൽ ഇവിടെ എത്തുന്നത്. നവംബർ ഡിസംബർ മാസങ്ങളിൽ മൂന്നാർ മഞ്ഞിൽ പൊതിഞ്ഞ മന്ത്രകോടിയുമൊടുത്താണ് നിൽപ്പ്. അവളുടെ ആ ചേതോഹരമായ സൗന്ദര്യത്തിൽ ഇസബെൽ മേയ് ആദ്യമേ ആകൃഷ്ടയായി എന്ന് പറയാം. മൂന്നാറിൻ്റെ ഈ മനോഹരിതയാൽ മങ്ങിയ എലനർ തൻ്റെ പ്രിയതമനെ ആലിംഗനം ചെയ്തുകൊണ്ട് കാതിൽ തമാശ രൂപേണ മന്ത്രിച്ചു. താൻ മരിച്ചാൽ ഇവിടെ അടക്കണം. അത് അറം പറ്റും വിധം 1894 ക്രിസ്മസിന് 2 നാൾ മുമ്പ്, അതായത് ഡിസംബർ 23 കോളറ പിടിപെട്ടു എലനർ മരണമടഞ്ഞു. അന്നേരം അവൾക്ക് വെറും 24 വയസ്സായിരുന്നു പ്രായം. അവളുടെ ആഗ്രഹപ്രകാരം ഹെൻറി മൂന്നാറിൻ്റെ കുന്നിൻ ചെരുവിൽ അവൾ പറഞ്ഞ സ്ഥലത്ത് അടക്കുകയും നിത്യസ്മാരകമായി ഒരു കല്ലറ പണിയുകയും ചെയ്തു. വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങളാൽ പ്രകൃതി രമണീയമായ മൂന്നാർ തെക്കൻ്റെ കാശ്മീർ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. വളരെ മനോഹരിയാണ് മൂന്നാർ. ഇസബെൽ മേയുടെ ആഗ്രഹപ്രകാരം ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് അവൾക്ക് വേണ്ടി ഈ കുന്നിൻ ചെരുവിൽ ഒരു കല്ലറ പണിത് അവളുടെ അന്ത്യാഭിലാഷം പൂർത്തീകരിച്ചു. അതിനുശേഷം നിരവധി ബ്രിട്ടീഷ് പൗരന്മാർ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. അറം പറ്റിയ പോലുള്ള ഇസബെൽ മേയുടെ ആ വാക്കുകൾ പിന്നീട് ഒരു ചരിത്രമായി മാറുകയായിരുന്നു. ഇസബെൽ മേയുടെ മരണത്തിന് ശേഷം അധികം വൈകാതെ ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് ജന്മനാട്ടിലേക്ക് മടങ്ങി. അവിടെ വെച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത്. ഒരു പെൺകുട്ടിയുടെ അന്ത്യാഭിലാഷത്തെ തുടർന്നുണ്ടായ ഈ സംഭവത്തിന് ശേഷം അവൾക്കരികിലായി ഒരു ദേവാലയം നിർമ്മിക്കുക, അത് ഇന്നും ഒരു നേർത്ത വേർപാടിൻ്റെ ഘനീഭവിച്ച ദുഃഖം പോലെ മൂന്നാർ ടൗണിൽ തലയുയർത്തി നിൽക്കുന്നു. എലനറിൻ്റെ ഈ ശവകുടീരം കാണാനും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിദേശ സ്വദേശികളുമുള്ള
ടൂറിസ്റ്റുകൾ ഇന്നും ഈ ദേവാലയം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് CSI ആംഗ്ലിക്കൻ ചർച്ച്. തെക്കൻ്റെ കാശ്മീരായ മൂന്നാറിലെ കുന്നിൻ മുകളിലെ അതിമനോഹരമായ ഈ ദേവാലയം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ വാസ്തുകലാവിദ്യയ്ക്കും മകുടോദാഹരണമായി വിളങ്ങുന്നു. ഈ ദേവാലയത്തിൻ്റെ ചരിത്രം 1894 നവംബറിൽ സർ ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യ എലനർ ഇസബൽ മേയും മനോഹരമായ ഈ കുന്നിൻ ചെരുവിൽ സായാഹ്ന സവാരിക്ക് എത്തിയത് മുതൽ ആരംഭിക്കുന്നു. വശ്യസുന്ദരമായ ഈ ഭൂപ്രകൃതിയിൽ ആകൃഷ്ടയായ എലനർ തൻ്റെ മരണശേഷം ഇവിടെ നിത്യവിശ്രമം കൊള്ളുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അടുത്തു തന്നെ കോളറ ബാധിച്ച എലനർ 24-ാം വയസ്സിൽ 1894 ഡിസംബർ 23-ന് മരണപ്പെട്ടു. എലനറിൻ്റെ കുടുംബം ഭൗതിക ശരീരം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ചെങ്കിലും ഹെൻറി പ്രിയതമയുടെ അന്ത്യാഭിലാഷ പ്രകാരം എലനറിനെ ഈ കുന്നിൻ മുകളിൽ സംസ്കരിച്ചു. അവരുടെ സംസ്കാരത്തിന് ശേഷം നിരവധി ബ്രിട്ടീഷ് പൗരന്മാരെയും പ്രദേശവാസികളെയും ഇവിടെ സംസ്കരിക്കുകയുണ്ടായി. അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് പ്രാർത്ഥനയ്ക്കായി ഇവിടെ ഒരു ദേവാലയം പണിയണമെന്ന ആഗ്രഹമുണ്ടായി. അതേ തുടർന്ന് ആംഗ്ലിക്കൻ ബിഷപ്പ് റവറൻ നോയൽ ഹോഡ്ജസ് 1898 മൂന്നാർ സന്ദർശിക്കുകയുണ്ടായി. 1900 ഏപ്രിൽ 15-ന് ഇവിടുത്തെ സെമിത്തേരി ഔദ്യോഗികമായി ആശീർവദിക്കുകയും ഒരു മരണം രജിസ്റ്റർ ആരംഭിക്കുകയും ചെയ്തു. എലനറിൻ്റെ പേരായിരുന്നു അതിൽ ആദ്യത്തേത്. അതേ വർഷം ഡിസംബറിൽ എലനറിൻ്റെ ആത്മശാന്തിക്കായി വിക്ടോറിയ രാജ്ഞി വക പ്രത്യേക പ്രാർത്ഥനകൾക്കും ശവകുടീരത്തിൽ അർപ്പിക്കപ്പെടുകയുണ്ടായി. 1910 മാർച്ച് 10-ന് ഫിൻലെ മ്യൂയർ ആൻഡ് കമ്പനി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഡയറക്ടർ ഇൻ ചീഫ് ആയ സർ AK മ്യൂയർ ബട്ട് ഈ ദേവാലയത്തിന് തറക്കല്ലിട്ടു. കൊളംബോയിൽ നിന്നുള്ള മിഷനുമാർ ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡിൻ്റെ പ്രാർത്ഥന അത്തരണത്തിൽ ഇവിടെ അർപ്പിക്കുകയും ഉണ്ടായി. വളരെ മനോഹരമായ ദേവാലയത്തിൻ്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. മൂന്നാറിൽ നിന്ന് ലഭിച്ച പാറക്കല്ലുകൾ ഉപയോഗിച്ചാണ് ഗോതിക് വാസ്തുശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം സ്കോട്ടിഷ് മാതൃകയിൽ കുരിശിൻ്റെ രൂപത്തിൽ ഉള്ളതാണ്. ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ദേവാലയം ഒരു കുരിശ് ആകൃതിയിലാണ് പണിതീർത്തിട്ടുള്ളത്. വളരെ മനോഹരമായ ഈ കുന്നിൻ ചെരുവിലാണ് ഈ ദേവാലയം മൂന്നാറിനെ നോക്കി സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ ഒരു സൃഷ്ടി തന്നെയാണ് ഈ ദേവാലയം. ഇപ്പോഴും മൂന്നാറിലെ ഈ ദേവാലയം കാണുവാനായിട്ടും എലനറിൻ്റെ കഥകൾ കേട്ട് അവളുടെ ശവകുടീരം സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ടൂറിസ്റ്റുകൾ എത്തുന്നു എന്നുള്ളത് എലനറിൻ്റെ ആ അന്ത്യാഭിലാഷത്തെ മൂന്നാർ സ്വീകരിച്ച
ഒരു ചരിത്രം ഓർത്തുകൊണ്ട് തന്നെയാണ്. ഈ ദേവാലയത്തിൽ മണി, ഘടികാരം, പിയാനോ, ഫർണിച്ചർ, പൂജാപാത്രങ്ങൾ മുതലായവയെല്ലാം ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പൽ മാർഗം കൊണ്ടുവന്നതാണ്. റോമൻ വസ്തുക്കലയുടെ സ്വാധീനം ഇവിടുത്തെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ട ജനൽ ചില്ലുകളിലും ചെരിഞ്ഞ മേൽക്കുരയിലും തൂക്കുവിളക്കുകളിലും മറ്റും പ്രകടമാണ്. ദേവാലയത്തിൻ്റെ സന്ദർശനം കണ്ടതിന് ശേഷം ഞാൻ മൂന്നാറിൻ്റെ ചുരം ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ചിത്രവും NNR മേയുടെ ആ ശവകുടീരവും CSI ആംഗ്ലിക്കൻ ചർച്ച് സ്ഥിതി ചെയ്യുന്ന മൂന്നാറുമായിരുന്നു. 1911 മാർച്ചിൽ പൂർത്തീകരിക്കപ്പെട്ട ദേവാലയം 1911 ഏപ്രിൽ 16 ഈസ്റ്റർ ദിനത്തിൽ പള്ളിയിലെ അന്നത്തെ വികാരി റവറൻ WFB ഹോസ്റ്റഡിൻ്റെ കർമ്മികത്തിൽ വിശ്വാസ സമൂഹത്തിന് പരിശുദ്ധ ആരാധനയ്ക്കായി തുറന്നു കൊടുക്കപ്പെട്ടു. 1922 മദ്രാസിയിലെ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന ലോർഡ് വില്ലിംഗ്ടൺ പ്രഭു ദേവാലയം സന്ദർശിക്കുകയും 25 രൂപ ഗ്രാൻഡായി നൽകുകയും ചെയ്തു. 1924 മൂന്നാറിനെ പിടിച്ചു കുലുക്കിയ പ്രളയത്തിൽ ജനങ്ങൾക്ക് അഭയം നൽകിയതും കുന്നിൻ മുകളിലെ ഈ പരിശുദ്ധ ദേവാലയമായിരുന്നു. ബ്രിട്ടീഷുകാർ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയപ്പോൾ ഈ ദേവാലയം CSI ഉത്തര കേരള മഹാ ഇടവകയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും പിന്നീട് ഇത് 2015 CSI കൊച്ചിൻ രൂപതയുടെ കീഴിൽ പൈതൃക ദേവാലയമാവുകയും ചെയ്തു. 1920 1966 മാർച്ചിലും ഒടുവിൽ 2021 മാർച്ചിലും ഈ ദേവാലയം മേൽക്കുര മാറ്റി സ്ഥാപിക്കപ്പെട്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളി തനത് വാസ്തുകലയും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ പൂർണ്ണമായി പുനരുദ്ധീകരിച്ച് 2021 മെയ് 1 CSI ബിഷപ്പ് റവറൻ BN ഫെൻ അവറുകളാൽ പുനർ ആശീർവാദം ചെയ്യപ്പെട്ടു. ഈ ദേവാലയത്തിൻ്റെ പുറത്തെയും അകത്തെയും ഭിത്തികൾ തേക്കാതെ പൂർണ്ണമായി കരിങ്കൽ ഭംഗി നിലനിർത്തിയിട്ടുള്ളതാണ്. ആദ്യമായി സെമിത്തേരി ഉണ്ടായതിനു ശേഷം പള്ളി നിർമ്മിക്കപ്പെട്ടു എന്ന പ്രത്യേകതയും ഈ ദേവാലയത്തിന് സ്വന്തമാണ്. ഇത്തരം ചിന്തകളോടെയാണ് ഞാൻ മൂന്നാർ ചുരം ഇറങ്ങി താഴോട്ട് യാത്ര തിരിച്ചത്. ഒരു നേർത്ത ദുഃഖം പോലെ ഇസബൽ മേ എൻ്റെ മനസ്സിൽ അപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.